നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LGSനെ കുറിച്ചുള്ളതാണ്. എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന LGSന്റെ മൂന്നാം ഘട്ട പരീക്ഷയെ കുറിച്ചിട്ടുള്ളതാണ്. ശരാശരി നിലവാരമുള്ള ഒരു പരീക്ഷയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് പറയുന്ന മാർക്ക് എന്ന് പറയുന്നത് 58 മാർക്ക് മുതൽ 68 മാർക്ക് വരെയാണ് കേട്ടോ. 58, 68 ആണ്. അപ്പൊ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പൊ എന്നിരുന്നാലും നമ്മുടെ LGSന്റെ തേർഡ് ഫേസിന്റെ പരീക്ഷയുടെ കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ തൊഴിൽ വീതി പറയുന്ന മാർക്ക് 58, 68 ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്കിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ PSCയുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ടെലഗ്രാം ചാനലിൽ അംഗമാവാനായിട്ട് ശ്രമിക്കുക. ഇതുവരെ ജോയിൻ ചെയ്യാത്തവര് ജോയിൻ ചെയ്യുക, എത്രയും വേഗം ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ടെലഗ്രാം എടുത്ത ശേഷം അതിൽ ക്യാപിറ്റൽ ലെറ്ററിൽ KFPSC KFPSC അല്ലെങ്കിൽ നോളജ് ഫാക്ടറി PSC, അതിന്റെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പൊ KFPSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ 40 തസ്തികയിലേക്ക് വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ തന്നെ ആദ്യം പറയുന്ന ഒരു കാര്യം, ഫയർമാന്റെ റാങ്ക് ലിസ്റ്റ് വരും മുമ്പേ പുതിയ വിജ്ഞാപനം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും പുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം തന്നെയാണ്. കാര്യം ഫയർമാന്റെ ഒക്കെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് 2025. ഞാൻ ഓൾറെഡി പറയുന്നതാണ്, 2025 ഫോഴ്സ് എക്സാംസിന് ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഫയർമാൻ, അതുപോലെ തന്നെ ഫയർ വുമൺ, അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ ഡ്രൈവർ, അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ CPO അതുപോലെ തന്നെ WCPO ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസും കൂടാതെ തന്നെ നമ്മുടെ എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, CPO WCPO മാത്രമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ഫോഴ്സ് എക്സാംസ് ഒക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, 2025 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന നിലവിലെ നമ്മൾ വന്നിട്ടുള്ള CPO WCPO എക്സാമിനേഷൻസിന്റെ ഡ്രൈവർ തസ്തികകൾക്ക് വേണ്ടിയിട്ട് CPO WCPO ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ CPO WCPO ഡ്രൈവർ തസ്തികയിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തവർക്കും അതുപോലെ തന്നെ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന CPO WCPO ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ഉണ്ടാവും, പോലീസ് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന്റെയൊക്കെ വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. PDF നോട്ടുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകളും മോഡൽ എക്സാംസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഇതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 700 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്നും കൂടി പറയാം, 99611611697272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫയർഫോഴ്സ് ഡ്രൈവറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലീസിന്റെയും എക്സൈസിന്റെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ഫയർഫോഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കമ്പൈൻഡ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മതി, ഇപ്പൊ പോലീസ് മതി, ഫയർമാൻ മതി, സിവിൽ എക്സൈസ് ഓഫീസർ മതി, ബീറ്റ് ഫോറസ്റ്റ് മതി, ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, അത് കോൾ എനേബിൾഡ് നമ്പറിലെ വാട്സ്ആപ്പ് നമ്പറാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക കേട്ടോ. ഏത് ബാച്ചാണ്, ഏത് ഫോഴ്സ് ബാച്ചാണ് ആവശ്യം ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബാച്ച് ഏതാണെന്ന് പറഞ്ഞാൽ അതൊന്ന് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കമ്പൈൻഡ് ബാച്ചാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന 40 തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ജനുവരി 15 വരെയാണ് ഇതിനകത്ത് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പൊ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസർ അല്ലെങ്കിൽ ഫയർമാൻ, അതുപോലെ തന്നെ ഫയർ ഓഫീസർ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഫയർമാൻ ഡ്രൈവർ ഉൾപ്പെടെയുള്ള 40 തസ്തികയിലേക്കാണ് PSC വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഫയർമാൻ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഡ്രൈവർ കേട്ടോ. അപ്പൊ ഫയർഫോഴ്സും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഡ്രൈവറിന്റെയും ബാച്ചുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ചാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ PSC വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. നേരിട്ടുള്ള നിയമനത്തോടൊപ്പം പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകാർക്കും ഉള്ള വിജ്ഞാപനങ്ങൾ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഗസറ്റ് തീയതി എന്ന് പറയുന്നത് 16/12 കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു December 16 ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ പൂർണ്ണ വിജ്ഞാപനങ്ങളും അപേക്ഷകളും അയക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ December 23 വന്നിട്ടുണ്ട്. അതുകൂട്ടെ അപ്പോൾ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജനറൽ സംസ്ഥാന തലത്തിനകത്ത് വരുന്നത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള സീനിയർ മാനേജർ, അതുപോലെ തന്നെ ജനറൽ സൊസൈറ്റി കാറ്റഗറി, അതുപോലെ തന്നെ ജനറൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സ്റ്റാഫ് നഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ളതും, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, അതുപോലെ തന്നെ അതിന്റെ ഡ്രൈവർ, അതുപോലെ തന്നെ ഭൂഗർഭ ജല വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ, അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ CPO അതുപോലെ തന്നെ WCPO നോട്ടിഫിക്കേഷൻസിന്റെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ CPO WCPO നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരിയോട് കൂടി തന്നെ ഉണ്ടാവാനാണ് സാധ്യത. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിലാണ്. അപ്പൊ എന്തായാലും 2025 ഈ പറയുന്ന എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ പറയുന്ന +2 ലെവൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സ് പരീക്ഷകൾക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന് എന്തില്ല, പ്രിലിംസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മെയിൻസ് ആണ്. അപ്പൊ ഇത് എല്ലാം കൂടി ഒരുമിച്ച് നടത്തണമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും അല്ലെങ്കിൽ യാതൊരു നിർബന്ധവും അവർക്കില്ല. കാരണം ഇതിനൊന്നും പ്രിലിംസ് പരീക്ഷ ഇല്ല, ഡയറക്റ്റ് മെയിൻസ് ആണ്. മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് അതിനുശേഷം ഫിസിക്കൽ, അതിനുശേഷം ആ ഒരു രീതിയിൽ മെഡിക്കൽ, ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നേരത്തെ പോലെ കോമൺ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ OTP നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ KSEB-ലേക്കുള്ള മീറ്റർ റീഡറിലേക്ക് 46 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ LGSന്റെ പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂര് 66% പേരാണ് പരീക്ഷ എഴുതിയത്. പൊതുമേഖലാ വിജ്ഞാപനം തീയതി നീട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞതാണ് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പബ്ലിക് എന്റർപ്രൈസസ് നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാണ് ഒരു വീഡിയോയിലൂടെ. അതുപോലെ തന്നെ LP UPയുടെ UPSCയുടെ ഷോർട്ട് ലിസ്റ്റും വെട്ടിച്ചുരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ്. ഷോർട്ട് ലിസ്റ്റ് ഇന്നലെ ഞാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏതിന്റെയൊക്കെയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല വന്നു, അതുപോലെ തന്നെ വയനാട് അല്ലെ, പത്തനംതിട്ട, വയനാട് അങ്ങനെ എന്തൊക്കെയാണ് വന്നത്. അപ്പൊ എന്തായാലും പത്തനംതിട്ട മെയിൻ ലിസ്റ്റിൽ 99 പേര് മാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ പറയും പോലെ ലിസ്റ്റിലുള്ളവർക്കും എല്ലാവർക്കും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്ന വെട്ടിച്ചുരുക്കൽ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പൊ എന്തായാലും UPSCയുടെ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വെട്ടിച്ചുരുക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൈബ്രറിയൻ ഒഴിവ് 4 മാത്രം, മെയിൻ ലിസ്റ്റിൽ 2 പേര് മാത്രമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ താൽക്കാലിക നിയമനം വേണ്ട, വളരെ നല്ലൊരു കാര്യമാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നല്ല കാര്യം, അല്ലെങ്കിൽ ഡയലോഗിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 764 പേര് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന്റെ ആവശ്യം പോലും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. വളരെ ചെറിയ ഷോർട്ട് ലിസ്റ്റ് ആണിത്. അതുപോലെ തന്നെ സയന്റിഫിക് ഓഫീസറിന്റെ 8 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മാട്രന്റെ 4 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ സർക്കാർ തള്ളി, പെൻഷൻ പ്രായം കൂട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. സ്റ്റാഫ് നഴ്സിന്റെ 4 ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് റദ്ദായതിന്റെ പിറ്റേന്ന് പുതിയ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം വാർത്തകളായിട്ട് നമ്മുടെ എക്സി ഓഫീസറിന്റെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. സെക്യൂരിറ്റി ഗാർഡിന്റെ സാധ്യതാ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇന്റർവ്യൂസ് ഇതിനകത്ത് പറയുന്നുണ്ട്. PSCയുടെ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ട് LDC ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, LDC തൃശ്ശൂർ, LPST തൃശ്ശൂർ. അതുപോലെ തന്നെ നമ്മുടെ PSC ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ PSC ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച പ്രധാന PSCയുടെ യോഗ തീരുമാനങ്ങളായിട്ട് കേരള ബാങ്ക് ക്ലർക്ക് ഉൾപ്പെടെയുള്ള 4 തസ്തികകളുടെ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സാധ്യത ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള 4 തസ്തികകളുടെ ഷോർട്ട് ലിസ്റ്റും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ കൊടുത്തേക്കുന്ന ഈ നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് PSC കേന്ദ്ര ഓഫീസിന്റെ നമ്പർ കാണാൻ കഴിയും. PSCയുടെ ഞാൻ അതും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ആവശ്യമുള്ളവർ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുകയോ ഒന്ന് ഫോണിൽ ഫീഡ് ചെയ്ത് വെച്ചേക്കുകയോ ചെയ്യുക. അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. എപ്പോഴും കിട്ടണമെന്നില്ല, എന്നാലും ചിലപ്പോൾ കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ PSCയുടെ ഓഫീസിന്റെ ഉണ്ട്, കോൾ സെന്ററിന്റെ ഉണ്ട്, അതുപോലെ തന്നെ PRO പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഉണ്ട്. സംശയങ്ങൾക്കുള്ള ഡൗട്ട് നമ്പർ വേറെ ഉണ്ട്. അതുപോലെ തന്നെ PSC ജില്ലാ ഓഫീസായിട്ട് നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എല്ലാത്തിന്റെയും നമ്മുടെ ജില്ലാ ഓഫീസുകളുടെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന്
ആവശ്യമുള്ളവർ പോസ് ചെയ്തിട്ട് ആവശ്യമുള്ള നമ്പർ ഏതാണെന്ന് വെച്ചാൽ അന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട, നമ്മുടെ ഈ പറയുന്ന ഫോഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ബാച്ചാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക്, ഓക്കെ, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക, എത്രയും നന്നായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.